നമസ്കാരം. കൽക്കട്ട RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന യുവ ഡോക്ടറുടെ കൊലപാതകം വെറും ഒരു ബലാത്സംഗ കൊലപാതകമാണോ, അതോ കരുതിക്കൂട്ടി അവളെ ആരെങ്കിലും കൊന്നതാണോ? ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിവരങ്ങൾ നമ്മളൊന്ന് അപഗ്രഥിക്കുമ്പോൾ, സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ് വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളാണ് ഇത് ചെയ്തത് എന്നവർ അവകാശപ്പെടുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. കൊല്ലപ്പെട്ട ഡോക്ടർ ഏതാണ്ട് 36 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്തിട്ട് തൻ്റെ സഹപ്രവർത്തകരുടെ ഒപ്പം 3-4 സഹപ്രവർത്തകരുടെ ഒപ്പം ആശുപത്രിയുടെ ഉള്ളിലുള്ള ഒരു സെമിനാർ ഹാളിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. ഈ RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഏഷ്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. ഏതാണ്ട് 1700-1800 ബെഡുകളുള്ള വളരെ വലിയൊരു ആശുപത്രിയാണ്. അപ്പോൾ ആശുപത്രിയുടെ ഉള്ളിലെ സെമിനാർ ഹാൾ, അവിടെ ചെന്നിരുന്ന് ഒളിമ്പിക്സ് ഒക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഈ ഡോക്ടറുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാർ അവിടെ നിന്ന് പോയി. അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് വിശ്രമിക്കാനിരിക്കുകയാണ്. 36 മണിക്കൂർ കഴിഞ്ഞു. കുറച്ചു നേരം ഏതോ പുസ്തകമൊക്കെ വായിച്ചു. അതിനിടയിൽ ചില ആൾക്കാർ, അവളെ ചികിത്സിക്കുന്ന ചില രോഗികളുടെ ആൾക്കാർ വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചില സംശയങ്ങളൊക്കെ ചോദിച്ചു, അവരോട് സംസാരിച്ചു. ചില ബന്ധുക്കളോട് ഫോണിൽ ബന്ധപ്പെട്ടു. ശേഷം അവൾക്ക് ഉറക്കം വന്നു. അവിടെ കിടന്നുറങ്ങി. ഇങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് സഞ്ജയ് റോയ് എന്ന് പറയുന്ന പ്രതിയായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി അവിടെ എത്തുന്നതും അവളെ നിഷ്ഠൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നതും. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോയി. ദിവസം രാവിലെ 7:30-ക്കാണ് അവളുടെ ബോഡി കണ്ടെത്തുന്നത്. അവളുടെ ശരീരം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആശുപത്രിയിലെ ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ട് ഏതാണ്ട് 9:30 മണിക്ക് അവളുടെ വീട്ടുകാരെ വിളിച്ച്, നിങ്ങൾ ആലോചിക്കണം, 7:30-ക്കാണ് അവളുടെ ശരീരം കണ്ടെത്തുന്നത്, 9:30-ക്കാണ് അവളുടെ വീട്ടുകാരെ വിളിക്കുന്നത്. അവളുടെ വീട്ടുകാരെ വിളിച്ചിട്ട് അയാൾ പറയുന്നത്, നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. ആദ്യം അവിടെ നിന്നും ആരോ വിളിച്ചിട്ട് നിങ്ങളുടെ മകൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞെന്ന് ആ വീട്ടുകാർ പറയുന്നുണ്ട്, അച്ഛനമ്മമാർ പറയുന്നുണ്ട്. അതിനുശേഷം അവർ വീണ്ടും വിളിച്ചപ്പോഴാണ് പറയുന്നത്, നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു, നിങ്ങളിങ്ങോട്ട് വരണം. അങ്ങനെ അവർ ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ മകളുടെ ശരീരം കാണാൻ അവരെ അനുവദിച്ചില്ല. ഏതാണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർക്ക് മകളെ കാണാൻ സാധിച്ചതെന്ന് പറയുന്നു. അങ്ങനെ കണ്ടപ്പോൾ ആ അച്ഛനമ്മമാർ അവിടെ വെച്ച് തന്നെ പറഞ്ഞു, ഇതൊരു കൊലപാതകമാണ്, ആത്മഹത്യയല്ല. കാരണം അത്രമേൽ വികൃതമായിരുന്നു അവളുടെ ശരീരം. അവളുടെ ശരീരത്തിൽ പറ്റിയ പരിക്കുകൾ നിരവധിയാണ്. അത് പറയാനുള്ള ഒരു ശേഷി പോലും എനിക്കില്ല. അത്രയ്ക്കും നീചമായ രീതിയിലാണ്, അത്ര ഹീനമായ രീതിയിലാണ് അവളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ആ ശരീരം കണ്ടപ്പോൾ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ കഴിവില്ലായിരുന്നു ഇത് കൊലപാതകമാണോ. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം. ഒരാളെ കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നത് കണ്ടാൽ അവളുടെ കണ്ണിൽ കൂടിയും വായിൽ കൂടിയും ചോര വരുന്നുണ്ടായിരുന്നു. പലയിടത്തും ക്ഷതങ്ങൾ, കൈകൾ ഒടിഞ്ഞ നിലയിലായിരുന്നു എന്നൊക്കെയാണ് വാർത്തയിലുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു ശരീരം കാണുമ്പോൾ അത് ആത്മഹത്യയാണ് എന്ന് എങ്ങനെയാണ് ഒരു നിഗമനത്തിലെത്താൻ പറ്റുക? മരിച്ചു എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും ന്യായമുണ്ട്. ഇത് ആത്മഹത്യയാണെന്നാണ് അവർ പറഞ്ഞത്. എന്തിനു പറഞ്ഞു? അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, നമ്മളോട് പോലീസ് പറയുന്നത്, ഇപ്പോൾ CBI അന്വേഷിക്കുന്നുണ്ട്, സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പോലീസ് പറയുന്നത് ഈ കൃത്യം നടത്തിയത് സഞ്ജയ് റോയ് എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ്. സഞ്ജയ് റോയ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അയാളൊരു സിവിക് വോളണ്ടിയറാണ്. സിവിക് വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൽക്കട്ടയിൽ പോലീസുകാരെ സഹായിക്കാനായിട്ട് സിവിലിയൻസിൻ്റെ ഇടയിൽ നിന്നും ചില ആൾക്കാരെ തിരഞ്ഞെടുക്കും കരാർ അടിസ്ഥാനത്തിൽ. 6 മാസത്തേക്കാണ് കരാർ. 6 മാസം കഴിഞ്ഞിട്ട് അവരുടെ പെർഫോമൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് പുതുക്കി നൽകും. അത്തരത്തിൽ പോലീസിനെ സഹായിക്കുന്ന ഒരു സിവിക് വോളണ്ടിയർ ആയിരുന്നു ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്ന പ്രതി. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പോലീസ് അവരെ ഇങ്ങനെ സഹായികളായിട്ട് എടുക്കുമെന്ന്. അപ്പോൾ സഞ്ജയ് റോയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് ചില വാർത്തകൾ ഞാൻ കണ്ടു. തന്നെയുമല്ല, അയാൾ 4 കല്യാണം കഴിച്ചിട്ടുണ്ട്.
അതിൽ 3 ഭാര്യമാർ അയാളുമായിട്ട് പിണങ്ങി പോയെന്നും ഒരു ഭാര്യ രോഗം വന്ന് മരിച്ചു എന്നുമാണ് വാർത്തകളിലുള്ളത്. കല്യാണം കഴിക്കുന്നതൊന്നും ഒരു ക്രൈമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. തന്നെ വരെ കല്യാണം കഴിച്ചെങ്കിലും അയാൾ ഭാര്യമാരെ ഒന്നും കൊലപ്പെടുത്തിയിട്ടില്ല. മറ്റേതെങ്കിലും ക്രിമിനൽ കേസിൽ അയാൾ പെട്ടതായിട്ടുമില്ല. സഞ്ജയ് റോയ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്രൈമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സഞ്ജയ് റോയ് തന്നെയാണ് അത് ചെയ്തതെന്ന് പോലീസ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മരിച്ചുപോയ ഡോക്ടറുടെ ശരീരം കണ്ട അവരുടെ അച്ഛനമ്മമാരും അതേപോലെ തന്നെ സഹപ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാരും ഒക്കെ പറയുന്നത് ഒരു വ്യക്തിക്ക് തനിച്ച് ഈ കൃത്യം ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. എന്തായാലും ശരി, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് ഒരു വ്യക്തിക്ക് തനിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരാളല്ല ഇതിൽ പല ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ ശരീരം കണ്ടവർ പറഞ്ഞത്. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് സഞ്ജയ് റോയ് തനിച്ചാണോ ചെയ്തത്, മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അയാളോടൊപ്പം എന്നതാണ്. അതുകൂടാതെ അടുത്ത ചോദ്യം, സഞ്ജയ് റോയ് എന്തിനു വേണ്ടി അത് ചെയ്തു? നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കഥ ഒരു ബലാത്സംഗ കൊലപാതകം നടന്നുവെന്ന് മാത്രമാണ്. അതായത് സഞ്ജയ് റോയ്ക്ക് ബലാത്സംഗം ചെയ്യണമെന്ന് തോന്നി, ചെയ്തു, കൊലപ്പെടുത്തി. നമ്മൾ ആ ആംഗിളിൽ ഒന്ന് ചിന്തിച്ചാൽ പോലീസ് പറയുന്നത് അയാൾ ഏതാണ്ട് ഒരു 4 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഈ സെമിനാർ ഹാളിൽ ഉറങ്ങിക്കിടക്കുന്ന ഡോക്ടറെ അയാൾ കണ്ടു. അയാൾ അവരെ ബലാത്സംഗം ചെയ്തു. അവൾ ചെറുക്കാൻ ശ്രമിച്ചു. ആ ചെറുക്കലിൽ അയാൾ തിരിച്ചാക്രമിച്ചു. അങ്ങനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് അയാൾ പോയി എന്നാണ് പറയുന്നത്. മൊത്തം 40 മിനിറ്റാണ് സഞ്ജയ് റോയ് ആശുപത്രിയിൽ ചെലവഴിച്ചത്. ഇത്ര വലിയൊരു ആശുപത്രിയിൽ അയാൾ വരുന്നത് CCTV പോലീസ് കാണുന്നുണ്ട്, തിരികെ പോകുന്നതും കാണുന്നുണ്ട്. 40 മിനിറ്റ് കൊണ്ട് അയാൾ ഇത്ര വലിയ ഒരു ക്രൈം ചെയ്തിട്ട് സുഖമായിട്ട് തിരികെ പോയി. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സഞ്ജയ് റോയ് ആശുപത്രിയിലേക്ക് വരുമ്പോൾ അയാൾ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടി അല്ല വരുന്നത്. വെറുതെ അയാൾ ആശുപത്രിയിൽ നിന്ന് കയറുകയാണ്. ആശുപത്രിയിൽ കയറി ഈ സെമിനാർ ഹാൾ എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെയായാലും ഇത്ര വലിയൊരു ആശുപത്രിയിൽ അത്തരത്തിലുള്ള ഒരു ഹാളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും എടുക്കാതിരിക്കില്ല. അതായത് വെറുതെ ഒരാൾ വരികയാണ്, പ്രത്യേകിച്ച് സെമിനാർ ഹാളിൽ ഒരാളിരിപ്പുണ്ട് എന്ന് അറിയില്ല, അല്ലാതെ വെറുതെ കാഷ്വലായിട്ട് വരികയാണ്, ഒരു കാര്യവുമില്ലാതെ വരികയാണ്. അങ്ങനെ വന്ന് ഇയാൾ സെമിനാർ ഹാളിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നു. നമ്മളാ സീൻ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കണം. ഒരു പെൺകുട്ടി അവിടെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നു. അത് കണ്ടപ്പോൾ സഞ്ജയ് റോയ്ക്ക് കാമവികാരം അതിശക്തമായിട്ടുണ്ടായി. അവളെ പ്രാപിക്കണം, അവളെ ബലാത്സംഗം ചെയ്യണം, അതൊക്കെ തോന്നുകയാണ്. അങ്ങനെ അയാൾ ആ ഉദ്ദേശത്തോടു കൂടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു, അവളെ സ്പർശിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന പെൺകുട്ടിയാണ്. സ്പർശിക്കുമ്പോൾ ഉടനെ അറിഞ്ഞില്ലെങ്കിൽ ശരി, കുറച്ച് കഴിയുമ്പോൾ അറിയും. കാര്യം പിടുത്തത്തിൻ്റെ ശക്തി കൂടുമ്പോൾ ഉറപ്പായിട്ട് പറയും. അങ്ങനെ അവൾ ഉണർന്നാൽ സഞ്ജയ് റോയ് ആ സമയത്ത് വികാര തള്ളിച്ചയിൽ നിൽക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വികാരം അത്യധികമായിട്ട് കൂടിയാൽ, അത് കാമവികാരം മാത്രമല്ല, ദേഷ്യമായാലും എന്തു തന്നെ ആയാലും ശരി, അളവിലധികം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സമചിത്തതയോടുകൂടി ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് സുബുദ്ധി കാണില്ല ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ സഞ്ജയ് റോയ് പെൺകുട്ടിയെ പിടിക്കുകയാണ്. പെൺകുട്ടി ഉണർന്ന് പെട്ടെന്ന് ചെയ്യുന്ന എന്തായിരിക്കും? നിലവിളിക്കും, ഉറക്കെ നിലവിളിക്കും. ആ നിലവിളിക്കുമ്പോൾ തന്നെ ഇയാൾ അവിചാരിതമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാണെങ്കിൽ എഴുന്നേറ്റ് ഓടും. അതല്ല, ഞാൻ ചെയ്തേ പോകൂ എന്നയാൾ കരുതി അവളെ പിടിച്ചാൽ ആ സമയത്ത് അവൾ തീർച്ചയായിട്ടും വളരെ വേഗം തന്നെ അവനെ തട്ടിമാറ്റാൻ നോക്കും. അതൊരു പെട്ടെന്നുള്ളൊരു പ്രതികരണമാണ്. തട്ടിമാറ്റാൻ നോക്കും. തട്ടിമാറ്റാൻ നോക്കുമ്പോൾ അയാൾ തട്ടിമാറ്റപ്പെടും. ആ സമയത്ത് പെൺകുട്ടിക്ക് എഴുന്നേറ്റ് ഓടാം. തന്നെ വല്ല അവൾ ഉറക്കെ നിലവിളിക്കും, ആരെങ്കിലുമൊക്കെ കേൾക്കും, ഓടി വരും, ഓടി വന്ന് ഇവനെ പിടിക്കും. ഇങ്ങനെ ആയിരിക്കും സാധാരണ മട്ടിൽ അയാൾ ബലാത്സംഗം ചെയ്യാനോ കൊലപാതകം ചെയ്യാനോ ഒന്നും താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്ദേശമില്ലാതെ കയറി ചെന്ന് ചെയ്താൽ സംഭവിക്കുക. ഇങ്ങനെ ഒരു കൊലപാതകം അവിടെ നടക്കില്ല. കാരണം 40 മിനിറ്റ് സമയം മാത്രമേ ഇയാൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അയാൾ ആ സെമിനാർ ഹാളിൽ നിന്നും ഇറങ്ങി അയാൾ പോവുകയും ചെയ്തു. അപ്പോൾ ഏറെക്കുറെ 10 15 അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ് മാത്രമാണ് ഈ ക്രൈം ചെയ്യാനായിട്ട് അയാൾക്ക് കിട്ടുന്ന സമയം. ആ സമയത്തിനുള്ളിൽ അയാൾ വെറുതെ ചെന്നതാണെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ പറ്റില്ല. കാരണം അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണ്. അവിടെ പെട്ടെന്ന് പെൺകുട്ടി പ്രതികരിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്നുകിൽ എഴുന്നേറ്റ് ഓടും, അല്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് ഓടും. എങ്ങനെയായാലും ശരി അവളെ രക്ഷപ്പെടും. എന്നാൽ ഇവിടെ പെൺകുട്ടി കൊല്ലപ്പെട്ടു. പെൺകുട്ടി കൊല്ലപ്പെടുന്നത് അതിനിഷ്ഠൂരമായാണ്.
വളരെയധികം ഹീനമായ രീതിയിലാണ് അവളെ കൊന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, സഞ്ജയ് റോയ് പുറത്തു നിന്നും അകത്തേക്ക് വരുന്നത് അവളെ ബലാത്സംഗം ചെയ്യാനായിരുന്നില്ല. അയാൾ തന്നെയാണ് അത് ചെയ്തതെങ്കിൽ, ഞാനിതെല്ലാം പറയുന്നത് അയാൾ തന്നെയാണ് അത് ചെയ്തത് എന്നുള്ള പോലീസിൻ്റെ ഭാഷ്യം അനുസരിച്ച് മാത്രമാണ്. അയാൾ തന്നെയാണ് അത് ചെയ്തതെങ്കിൽ അയാൾ ഉള്ളിലേക്ക് വന്നത് തന്നെ അവളെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. ഉള്ളിലേക്ക് അയാൾ അവളെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാണ്. അങ്ങനെ അയാൾ വന്നെങ്കിൽ അവൾ സെമിനാർ ഹാളിൽ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് ഒട്ടും താമസിക്കാതെ നേരെ അവിടെ ചെല്ലാൻ സാധിച്ചത്. വെറുതെ കയറിയതാണെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ ചെല്ലണമെന്നില്ല, ചെന്നാൽ തന്നെ സമയമെടുക്കും. നേരെ മറിച്ച് അവൾ അവിടെ ഉണ്ടെന്നൊരാൾ ഇയാളോട് പറയുകയാണ്, നീ ഇപ്പോൾ വരണം, അവൾ ഉറക്കത്തിലാണ്, നീ വന്ന് കാര്യം ചെയ്തിട്ട് പൊക്കോണം എന്നാരെങ്കിലും അയാളോട് പറഞ്ഞിട്ട് അയാൾ ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. അയാൾ ചെല്ലുന്നു, ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നു, അയാൾ തിരികെ പോകുന്നെന്ന് വെക്കുക. അവിടെ അയാൾ എന്തൊക്കെ ചെയ്യും? അയാൾ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ട കരുതലെടുക്കും. കാരണം ഈ മനുഷ്യൻ പോലീസിന് സഹായം കൊടുക്കുന്ന ഒരാളാണ്. പോലീസിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന അയാൾക്കറിയാം എങ്ങനെയാണ് പോലീസുകാർ ഒരു പ്രതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തൊക്കെ കരുതലെടുക്കണം അയാൾക്ക് നല്ലപോലെ അറിയാം. പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നവനാണ്. എന്നാൽ അങ്ങനെയുള്ള അയാൾ CCTVക്ക് തൻ്റെ മുഖം കൊടുത്തുകൊണ്ടാണ് ഉള്ളിലേക്ക് വരുന്നത്. ഈ പെൺകുട്ടിയെ മനഃപൂർവ്വം കൊല്ലാനായിട്ടാണ് ഇയാൾ വരുന്നതെങ്കിൽ ഇയാൾക്ക് അയാളുടെ മുഖം മറച്ചിട്ട് വരാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഒരു മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വൈറസിൻ്റെ പേര് പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. ഒരു മാസ്ക് മുഖത്ത് ഇട്ട് തലയിലൊരു തൊപ്പി വെക്കുക, ഒരു ഗ്ലാസും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CCTVയിൽ പിടിച്ചാൽ പോലും ആളാരാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും അയാൾ ചെയ്തില്ല. അയാൾ ചെവിയിൽ വെച്ചിരുന്ന ബ്ലൂടൂത്തിൻ്റെ സെറ്റ് വരെ പോലീസ് കൃത്യമായിട്ട് കണ്ടു. അപ്പോൾ പോലീസ് എന്നെ കണ്ടോട്ടെ, ഞാനവളെ കൊല്ലാൻ പോവാണ്, പോലീസുകാരെന്നെ കണ്ടോട്ടെ എന്ന് മനഃപൂർവ്വം കരുതിക്കൊണ്ട് CCTVക്ക് ദൃശ്യം കൊടുത്തുകൊണ്ടാണ് ഈ സഞ്ജയ് റോയ് ഉള്ളിലേക്ക് പോകുന്നത്. ഉള്ളിലേക്ക് പോയിട്ട് കൃത്യമെല്ലാം നടത്തി തിരിച്ചു പോകുമ്പോൾ അയാൾക്കറിയാം എന്തെങ്കിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട സാധനം അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് എന്നിലേക്ക് എത്താനുള്ള തെളിവാകും. അയാൾ അതുപോലെ ശ്രദ്ധിക്കാതെ അയാളുടെ ബ്ലൂടൂത്തിൻ്റെ സെറ്റും ഹെഡ്സെറ്റും എല്ലാം അവിടെ ഇട്ടിട്ടാണ് പോയത്. അവർ കിടപ്പുണ്ടായിരുന്നു. സംഭവം നടന്ന് പോലീസ് രംഗത്ത് വരുമ്പോൾ അവർക്ക് ഒട്ടും താമസിക്കാതെ വളരെ വേഗം തന്നെ അയാളെ പിടികൂടാൻ സാധിച്ചത് ഈ CCTV ഫുട്ടേജും അയാൾ ഇട്ടിട്ട് പോയ ഹെഡ്സെറ്റും മറ്റുമൊക്കെയാണ്. പോലീസിന് സഹായം ചെയ്തു കൊടുക്കുന്ന, പോലീസിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന സഞ്ജയ് റോയ് മനഃപൂർവ്വം ഇവളെ കൊല്ലാൻ വന്നതാണെന്നുണ്ടെങ്കിൽ താൻ പിടിക്കപ്പെടരുത് എന്നുള്ള ചിന്തയോടെ അതിനുവേണ്ട കരുതലെടുത്ത് മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യം. എന്നാൽ അയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നില്ല. അതിനർത്ഥം പോലീസ് തന്നെ പിടിക്കണം, പോലീസിന് പിടിക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ അങ്ങനെ വന്നത് എന്നത് നമുക്ക് നിസ്സാരമായിട്ട് ഊഹിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സഞ്ജയ് റോയ് എന്തിനാണ് ഇത് ചെയ്തത്? ഒരിക്കലും അയാൾ കാമവികാരത്തിനടിപ്പെട്ട് ആ സമയത്തുണ്ടായ ഒരു ഉത്തേജനത്തിൻ്റെ പേരിൽ ചെയ്ത ഒന്നല്ലിത്. അവളെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ആരോ അയാൾക്ക് കരാർ നൽകിയിരുന്നു. നീ അവളെ കൊല്ലുക, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന അവളെ ആരോ ബോധം കെടുത്തി കൊലപ്പെടുത്തിയിട്ട് അവളുടെ ശരീരത്തിൽ എല്ലാ ക്ഷതങ്ങളും ഉണ്ടാക്കിയിട്ട് ഇവനെ വിളിച്ചു വരുത്തി അവിടെ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തെളിവെല്ലാം എടുപ്പിച്ചിട്ട് അവനെ തിരിച്ചു പറഞ്ഞു വിട്ടു. പോലീസ് നിന്നെ പിടിച്ചാൽ ശരി, ഞങ്ങളുണ്ട്, ഞങ്ങൾ നിന്നെ രക്ഷിച്ചോളാം. ബഹളമൊക്കെ അടങ്ങുമ്പോൾ നീ പുഷ്പം പോലെ ഇറങ്ങി വരും. മാത്രമല്ല ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നതിന് നിനക്ക് കിട്ടാൻ പോകുന്ന പാരിതോഷികം ഇത്രയായിരിക്കും എന്നാരെങ്കിലും അവന് വാക്കുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് സമ്മതിക്കും. അവന് ഭീമമായൊരു തുക ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിനക്ക് ഒരു കേടുമുണ്ടാകില്ല, ഞങ്ങൾ പിന്നിലുണ്ട് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഈ രീതിയിൽ കെയർലെസ് ആയിട്ട് വന്ന് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് തിരിച്ചു പോകും. അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് തരത്തിലും യാദൃശ്ചികമായിട്ട് അവൻ ചെന്ന് കണ്ട് അങ്ങനെ ഒരു സമയത്ത് അവന് കൊല്ലാൻ പറ്റില്ല. മനഃപൂർവ്വം കൊല്ലാൻ വന്നെങ്കിൽ അവൻ എല്ലാവിധ പ്രീക്കോഷൻസും എടുക്കും. 40 മിനിറ്റിനുള്ളിൽ അവന് ഈ കാര്യം ചെയ്തിട്ട് പോകാനും പ്രയാസമാണ്. അപ്പോൾ ആരായിരിക്കാം അവനെ സ്വാധീനിച്ചത്? പോലീസ് ഇങ്ങനെ ഒരു കഥ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇവനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കുന്ന സംശയമാണ്, ഒരു പ്രതിയെ അവിടെ ഒരുക്കി നിർത്തിയിരുന്നു. പ്രതി സുഗമമായിട്ട് തന്നിലേക്ക് എത്താൻ വേണ്ട തെളിവുകളും അവിടെ ഇട്ടിരുന്നു. ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്തിനു വേണ്ടി ഇവളെ കൊല്ലണം എന്നുള്ളതാണ്. 2 കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നാമത്തെ കാരണം, ആ ഹോസ്പിറ്റലിൻ്റെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിമിനൽ ആണെന്നാണ് ആ ആശുപത്രിയിലെ
ഒട്ടുമിക്ക ജീവനക്കാരും പറയുന്നത്. അവിടുത്തെ മുൻ സൂപ്രണ്ടായിരുന്ന അക്തർ അലി പറയുന്നത് അയാൾ 1-ാം നമ്പർ കറപ്റ്റഡ് ആളാണെന്നാണ്. ഒരുപാട് ക്രൈമുകൾ, ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അയാൾ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, വാർത്തകളിലൊക്കെ ഉള്ളതാണ്. എന്നാൽ ഈ പെൺകുട്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാത്തവളും ആശുപത്രിയിലെ പല വൃത്തികെട്ട ടെൻഡൻസികൾക്കുമെതിരെ ശബ്ദമുയർത്തുന്നവളും അതേക്കുറിച്ച് അവൾ പുറത്താരോടെങ്കിലും പറയുമെന്ന ഭയം ഈ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന വ്യക്തിക്കും മറ്റു ചില ആൾക്കാർക്കും ഉണ്ടായിരുന്നു എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. ഇവളത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കെല്ലാവർക്കും വളരെ വലിയ പ്രശ്നമായിട്ട് മാറും. ഡോക്ടർ സന്ദീപ് ഘോഷ് ഈ പെൺകുട്ടി മരിച്ച ഉടൻ തന്നെ രാജിവെച്ചെങ്കിലും ഏതാണ്ട് 8 മണിക്കൂറിനുള്ളിൽ തന്നെ അയാൾക്ക് കൽക്കട്ട നാഷണൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രിൻസിപ്പലായിട്ട് നിയമനം കിട്ടി. വളരെയധികം സ്വാധീനമുള്ള, നല്ല രാഷ്ട്രീയ ലിങ്കുകളും പിന്തുണയും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് ഈ സന്ദീപ് ഘോഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആശുപത്രിയിൽ നടന്ന ചില അഭിഹിത കാര്യങ്ങൾ, ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അവയവ കച്ചവടങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ മൃതദേഹങ്ങൾ അനാവശ്യമായിട്ട് പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നുവെന്നും മരുന്നുകൾക്കും മറ്റും കമ്മീഷൻ വാങ്ങിയിരുന്നുവെന്നും എന്തൊക്കെയോ കുറേയേറെ കാര്യങ്ങൾ ഈ ആശുപത്രിയിൽ ഒരു മാഫിയ പോലെയാണ് അത് പ്രവർത്തിച്ചിരുന്നതെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതായത് അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ. അപ്പോൾ ഈ വിവരങ്ങൾ ഈ പെൺകുട്ടി പുറത്തു പറയും എന്നുള്ള ഒരു ഭയം മൂലം അവളെ കൊലപ്പെടുത്തിയതാകാം. അതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ വന്ദനാദാസിൽ കണ്ട അതേ സാധ്യതയാണ്. ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ തന്നെ IMA ആവശ്യപ്പെടുന്നത് ആശുപത്രികളെ സംരക്ഷിക്കാനായിട്ട് ഒരു സെൻട്രൽ നിയമം വേണമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയമം സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ അവരുടെ മുമ്പിലേക്ക് നല്ല ഒരു കാരണം ഇട്ടുകൊടുക്കണം. രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നടത്തത്തക്ക പോലെ ഒരു സംഭവം ഉണ്ടാകണം. അതിനുവേണ്ടി ഉണ്ടാക്കിയ സംഭവമാണോ ഇതെന്നും നമുക്ക് സംശയിക്കാം. കാര്യം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവരാവശ്യപ്പെട്ടത് അതാണ്. എന്തുകൊണ്ടാണ് ആശുപത്രി സംരക്ഷണ നിയമം ആവശ്യപ്പെടുന്നത്? കാരണം ഈ ആശുപത്രികൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ മാറാൻ പോവുകയാണ്. ആശുപത്രികൾ ചില പോലീസ് സ്റ്റേഷനുകൾ പോലെയോ ജയിലുകൾ പോലെയോ ഒക്കെ ആയി മാറുന്ന കാലം വിദൂരമല്ല. ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചികിത്സിക്കുന്ന, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മരുന്ന് കയറ്റുന്ന തരത്തിലേക്ക് എത്തത്തക്ക പോലെ ചില ആരോഗ്യ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പലയിടത്തും പാസ്സാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ സംസ്ഥാനത്തും പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പൊതുജനം അതിശക്തമായിട്ട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ട് അന്ന് ആരും ശബ്ദമുയർത്താതിരിക്കാൻ വേണ്ടി അതിശക്തമായ നിയമം രാജ്യത്തുടനീളം നടപ്പിലാക്കാനുള്ള ഇതിൻ്റെയൊക്കെ പിന്നിലിരുന്ന് ചരട് വലിക്കുന്നവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു കൊലപാതകമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും ശരി, CBI ആത്മാർത്ഥമായിട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ, രാഷ്ട്രീയ സ്വാധീനത്തിനോ മെഡിക്കൽ മാഫിയകളുടെ ഭീഷണിക്കോ വഴങ്ങാതെയാണ് അവരത് അന്വേഷിക്കുന്നതെങ്കിൽ സത്യം പുറത്തു വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു വെറും ബലാത്സംഗ കൊലപാതകമല്ല. ഒരിക്കലും അങ്ങനെ ഇത് ആവില്ല. താങ്ക് യു.